ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന് തിരിച്ചടി. സ്വർണ്ണപ്പാളി എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ട്. KC ഉണ്ണികൃഷ്ണനുണ്ട്. വിവരങ്ങളുമായി ഉണ്ണി പറയൂ. വളരെ സുപ്രധാനമായൊരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയിൽ വലിയൊരു തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സ്വർണ്ണം പൂശിയ പാളി എത്രയും വേഗം തിരികെ എത്തിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചെന്നൈയിലേക്കാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത്. ശബരിമലയിലെ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളിയാണ് അത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയെന്നാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്നാൽ അതിലിപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എത്രയും വേഗം സ്വർണ്ണം പൂശി പാളി തിരികെ എത്തിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കൂടാതെ ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിച്ച ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി നടത്തിയിരുന്നു. മുൻകൂർ അനുമതിയില്ലാതെ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണമെന്ന് ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് അനിവാര്യമായിരുന്നുവെന്നുമാണ് കോടതി പറഞ്ഞൊരു കാര്യം. കൂടാതെ കോടതിയിൽ നിന്ന് അനുമതി നേടാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നല്ലോ എന്നൊരു ചോദ്യവും കോടതി ചോദിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. തുടർന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെടുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി വളരെ വേഗത്തിൽ തന്നെ തിരിച്ചെത്തിക്കണം എന്നാണ് പറയുന്നത്. ഈ കോടതി അനുമതി ഇല്ലാതെയാണ് സ്വർണ്ണപ്പാളി കൊണ്ടുപോയതെന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ടായത്. സന്നിധാനത്തെ ഒരു രീതി എന്ന് പറയുന്നത് കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശമുണ്ട് ഹൈക്കോടതിയുടെ. ആ നിർദ്ദേശം പാലിക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ വീഴ്ചയാണെന്ന് കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണപ്പാളി വളരെ വേഗം ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എത്രയും വേഗം തിരിച്ചെത്തിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും കനത്ത ഒരു തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്. നേരത്തെ ഇന്നലെ ദേവസ്വം ബോർഡിന്റെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നു. ഈ അയ്യപ്പ സംഗമത്തിന് എതിരെ അതിന്റെ കളങ്കം വരുത്തുവാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നതെന്നാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എത്രയും വേഗം സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കാളിദാസ്, ഉണ്ണി, ഇപ്പോൾ ഈ ഒരു കേസ് പരിഗണിച്ചിരുന്ന ആ ഒരു സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗം പറയാനായുള്ള അഭിഭാഷകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ആ അഭിഭാഷകന്റെ വാദം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ കോടതിയിൽ ഈ ഒരു തിരിച്ചടിയെ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിനെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വാദം എങ്ങനെയായിരുന്നു? കാളിദാസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം വ്യക്തമാക്കിയൊരു കാര്യം, ഇത് നടപടിയിൽ അല്ലെങ്കിൽ ഈ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയ ഒരു കാര്യം. സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് അത് യാന്ത്രികമാണ്, വിഷയത്തിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിയിരുന്നുവെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കൂടാതെ ശബരിമലയിലെ ആഭരണങ്ങൾ അധികാരിയായ തിരുവാഭരണ കമ്മീഷണറുടെ അനുമതിയോടെയാണ് ഈ നടപടി നടത്തിയതെന്നും കൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം. കൂടാതെ ചില ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്താക്കുറിപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നൊരു കാര്യം, ഈ അയ്യപ്പ സംഗമം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന് കളങ്കം തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള വാർത്തകൾ വരുന്നത് എന്നതായിരുന്നു ദേവസ്വം ബോർഡ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം എന്ന രീതിയിൽ ഇന്നലെ പറഞ്ഞൊരു കാര്യം. ഒരു വാർത്താക്കുറിപ്പായിരുന്നു അതുണ്ടായിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് പോയത് ഒരു സ്വകാര്യ വാഹനത്തിലാണ് അല്ലെങ്കിൽ ഒരു വാഹനത്തിലാണ് പോയത്. അതിൽ ഇത് വഴിപാടായി സമർപ്പിച്ച ആൾ അടക്കമുണ്ടായിരുന്നു എന്ന കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു ദേവസ്വം ബോർഡ്. എന്തായാലും ഇതിലെല്ലാം ഇപ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. സന്നിധാനത്തെ സ്വർണ്ണപ്പണി നടത്തുന്നത് സന്നിധാനത്ത് മാത്രമേ നടത്താനാവുള്ളൂ. കൂടാതെ അതിൽ എന്ത് നിർമ്മാണം നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം എന്നതാണ് പറയുന്നത്. എന്തായാലും ഇതിൽ അനുമതി ഇല്ലായിരുന്നു എന്നതാണ് പറയുന്ന ഒരു കാര്യം. കൂടാതെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കാതെയുള്ള ഒരു നടപടി അത് ഉചിതമല്ല എന്നാണ് കോടതി രാവിലെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഒരു നിരീക്ഷിച്ചത്. കൂടാതെ കോടതിയിൽ നിന്ന് അനുമതി തേടാൻ ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നല്ലോ എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും
ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും വേഗം ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്നാണ് പറയുന്നൊരു കാര്യം. കോടതി ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് ഈ അനുമതി തേടാനുള്ള ശ്രമം ഉണ്ടാവാത്ത എന്നൊരു കാര്യം കൂടി കോടതി രാവിലെ ചോദിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണമെന്ന ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ ആ ഉത്തരവുകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഈ ഒരു രീതിയിൽ തീരുമാനമെടുത്തതെന്നും കോടതി ചോദിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് അനിവാര്യമായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിനോട് അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ച് ദേവസ്വം ബോർഡിനോട് പറഞ്ഞൊരു കാര്യം. എന്തായാലും വളരെ സുപ്രധാനമായ ഉത്തരവാണ്. എത്രയും വേഗം ചെന്നൈയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്നാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കാളിദാസ്. ശരി ഉണ്ണി, അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതി അനുമതിയില്ലാതെയാണ് ഈ ഒരു സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം കൂടിയാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. എന്നാൽ തന്ത്രിയെ അടക്കം അറിയിച്ചിരുന്നു എന്നുള്ളൊരു വിശദീകരണം ഒക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് ആ ആഗോള അയ്യപ്പ സംഗമത്തിനെ അടിച്ചു താഴ്ത്താനുള്ളൊരു ശ്രമം പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ള ചില വിശദീകരണമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഹൈക്കോടതി ഉത്തരവ് സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കാനായിട്ടുള്ള ഈ ഒരു ഹൈക്കോടതി ഉത്തരവും കൂടി വന്നിരിക്കുന്നത്. കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.